ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു കിച്ചണിൻ്റെ ഏരിയയിൽ, നമ്മൾ വീടുകളുടെ മെയിൻ കിച്ചണിൻ്റെ ഏരിയയിൽ, അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന സ്വിച്ച് ബോർഡുകളിൽ കൊടുക്കുന്ന കണക്ഷൻസ്, എവിടെയൊക്കെയാണ് സ്വിച്ച് ബോർഡുകൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് മോട്ടറിൻ്റെ സർക്യൂട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ സിങ്ക് വരുന്നത് ഈ ഏരിയയിലാണ്. ഇതിപ്പോൾ ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിപ്പോൾ ഇത്ര ഓപ്പണായിട്ട് കിടക്കുന്ന സമയത്ത് വെട്ടിപ്പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഒരു ഡയഗ്രാം കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. സ്ലാബിൻ്റെ ഹൈറ്റ് 85-90 ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൽ നിന്നും ഒരടി ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ പറയുന്ന ബോക്സുകൾ, മെയിൻ ബോക്സുകൾ എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് 2 ചിമ്മിണിയുടെ ഹോബിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സിങ്ക് വരുന്നത്. സിങ്ക് എന്ന് വെച്ചാൽ കുറച്ചുകൂടി മാറിയിട്ട് സിങ്ക് വരുന്നത്. പിന്നെ മെയിൻ സ്വിച്ച് ബോർഡ് വരുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കിച്ചണിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡ് 130 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വർക്ക് ഏരിയയുടെ സെക്ഷൻ വരുന്നത് നമ്മൾ പുറത്തേക്കായിട്ട് ഒരു 8 മോഡുകളുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്ത് വർക്ക് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ പറയുന്ന കിച്ചണിൽ ഏതൊക്കെ ഏരിയകളിലാണ് എന്തൊക്കെ കൊടുക്കണമെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. അപ്പോൾ മെയിൻ സ്വിച്ച് ബോർഡുകൾ നമുക്ക് എവിടെ കൊടുക്കണം, പവറിൻ്റെ പ്ലഗുകൾ, സോക്കറ്റുകൾ എവിടെ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ ആദ്യമേ തന്നെ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കിച്ചണിൻ്റെ വർക്ക് കാര്യങ്ങൾ റെഡി ആവുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഓവൻ വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷെൽഫിലായിരിക്കും ഈ ഓവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് നമുക്ക് ഓവൻ്റെ ബാക്കിൽ കൊടുക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു പ്ലഗ് സോക്കറ്റിലേക്ക് അല്ലെങ്കിൽ പറഞ്ഞ രീതി ഏതെങ്കിലും ഒരു സ്വിച്ച് ബോർഡിലേക്ക് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം ഫ്രിഡ്ജ് വരുന്നത് ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് സ്വിച്ചും പ്ലഗും കിട്ടുന്ന രീതിയിൽ. ഇനി അതെല്ലാം കബോർഡിൻ്റെ അകത്താണ് നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ കയറ്റി ഇടുന്നെങ്കിൽ അതിൻ്റെ സ്വിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഏതെങ്കിലും സ്വിച്ച് ബോർഡിലേക്ക് മാറ്റി കൊടുക്കണം. ഇതെല്ലാം നേരത്തെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മെയിൻ സ്വിച്ച് ബോർഡ്, അതായത് മെയിൻ സ്വിച്ച് ബോർഡ് കിച്ചണിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡ് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ് വന്നു. അതിലേക്ക് വന്നിരിക്കുന്ന പവർ സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക, എണ്ണത്തിന് ടേപ്പ് അടിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. കളർ കോഡിങ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വയറിങ് എളുപ്പമാവുള്ളൂ. അപ്പോൾ നമ്മൾ വയർ വലിച്ചെല്ലാം ക്ലിയർ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും എൻഡൊക്കെ ആയിട്ടണം. ഏറ്റവും എൻഡ് ആവുന്ന സമയത്ത് വയർ ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മൾ പുതിയൊരു കോയിൽ പൊട്ടിച്ച് വേസ്റ്റ് ആക്കുന്നതിലും പകരമായിട്ട് ആ സെയിം കളറിൽ വയർ ബാലൻസ് ഉള്ള വയർ കറക്റ്റ് 1.5, 1.5, 2.5, 2.5, 1 സ്ക്വയർ ആണ് 1 സ്ക്വയർ ഇതെല്ലാം വലിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇപ്പോൾ ഇൻവെർട്ടർ ആണെങ്കിൽ മഞ്ഞ ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ് ആ വയറിന് ചുറ്റി കൊടുക്കും. അപ്പോൾ ഈ കറക്റ്റ് കളർ കോഡിങ് കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ വയർ കാര്യങ്ങളൊക്കെ വലിച്ച് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞു. കിച്ചണിൻ്റെ സ്ലാബിൻ്റെ ഹൈറ്റ് 85-90 ആണ്. അതായത് സെൻറ്റിമീറ്ററാണ് ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൽ നിന്നുമാണ് നമ്മൾ ഈ പറയുന്നത് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോബിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഏരിയ, ഇതെല്ലാം തന്നെ ആദ്യമേ തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ എവിടെയാണ് സിങ്ക് വെക്കുന്നത്, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കിച്ചൺ നല്ല നീറ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു പൂർണ്ണമാകാത്ത രീതിയിലായി നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അപ്പോൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഹോബിനെ കുറിച്ചിട്ട് സിങ്ക് എവിടെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ അടുത്തൊരു വീഡിയോസ് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു പുതിയ വീടിൻ്റെ സ്ട്രക്ചറൽ വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking